ഒരു നിമിഷം ഒരു അമ്മ എന്തോ പറയാനുണ്ട് ഇവിടെ. എന്താ അമ്മയുടെ പേരെന്താ? എൻ്റെ പേര് ശാന്ത. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. 6ാമത്തെ വർഷമാണ് ഞാൻ വരുന്നത്. ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടായി ജനങ്ങൾക്ക്. ഒരു വെള്ളം പോലും കിട്ടാത്തൊരവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് ഇന്നലെ. ഏത് വശത്തായിരുന്നു ഇരുന്നത്? എവിടെയായിരുന്നു അമ്മ ഇരുന്നത്? ഞങ്ങളിതാ ഇവിടെ ബാത്റൂമിൽ വെള്ളമില്ല. രാവിലെ കുളിക്കാൻ പോകുമ്പോൾ 3 മണിക്ക് എണീറ്റ് കുളിക്കാൻ പോകുമ്പോൾ വെള്ളമില്ല. ഭയങ്കര ബുദ്ധിമുട്ടായി. ടോയ്ലറ്റ് പോകാനോ എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. പൊങ്കാലിടുന്ന സ്ഥലത്തൊക്കെ മഴ പെയ്തിട്ട് വെള്ളമായിരുന്നു. അതിന് കുറേ ഞങ്ങൾ 3 ദിവസം മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് നല്ലൊരു സ്ഥലം കിട്ടിയില്ല. വെള്ളവും ചളിയൊക്കെ ആയിട്ട് അത് കഴിഞ്ഞ 6 വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞു. മുൻ വർഷങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു ശ്രുതി? വർഷങ്ങളിലൊന്നും പൊങ്കാല അർപ്പിക്കുമ്പോൾ കേൾക്കാത്തൊരു പരാതിയാണ്. അതൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയാണ്. വെള്ളവുമൊക്കെയായി അവിടേക്ക് ആളുകൾ എത്തുന്നുണ്ടായിരുന്ന ദൃശ്യങ്ങളുടെ ഈ ഭാഗത്തേക്ക് എത്തിയില്ല എന്നാണോ? നമ്മുടെ കയ്യിൽ വെള്ളം ഉണ്ടെങ്കിൽ കൊടുക്കുമോ ശ്രുതി? കാലങ്ങളിലെങ്കിൽ നല്ലൊരു രീതിയിൽ ഇവിടെ വന്ന് പൊങ്കാല ഇടാനുള്ള സൗകര്യം ഞങ്ങൾക്ക് ഒരുക്കി തരണം. അതാണ് പറയാൻ. അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ കൂടി പറയുന്നുണ്ട്. എന്തായാലും കൃത്യമായിട്ട് വെള്ളവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്തിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. വളണ്ടിയർമാരൊക്കെ ഇവിടെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അക്കൂട്ടത്തിലും ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടേണ്ടി വന്നതിൻ്റെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ആ അമ്മ പങ്കുവെച്ചത്. അവർക്ക് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് തിരുവനന്തപുരത്ത് വെള്ളമില്ലാത്തൊരു സാഹചര്യമൊക്കെ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം ചെറുതായിട്ടെങ്കിലും ഇവിടെയും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ക്ഷേത്രത്തിന്റെ ഏത് ഭാഗത്താണെന്ന് കൃത്യമായി പറയൂ ശ്രുതി. എവിടെയാണ് നിൽക്കുന്നത് ശ്രുതി? വേദ്യ സമർപ്പണമാണ്. 2:15 ഇന്നിപ്പോൾ ചന്ദ്രഗ്രഹണം ആയതുകൊണ്ടാണ് 3:10 കൂടി നട അടയ്ക്കുന്നത്. വളരെ അപൂർവമായിട്ട് കാണുന്ന. ഞാൻ അശ്വതി പിള്ളയിലേക്ക് കൂടി പോകുന്നു. അശ്വതി പിള്ള ക്ഷേത്രത്തിന്റെ മുൻവശത്താണ് ഉള്ളത്. അശ്വതി, ഇപ്പോൾ ക്ഷേത്രത്തിന്റെ മുൻവശത്താണ്. ചടങ്ങുകളുടെ അവസാനം ക്ഷേത്രത്തിൽ ചില ചടങ്ങുകളുണ്ട്. അതിനുശേഷമാണല്ലോ ഈ നിവേദ്യ സമർപ്പണം എന്ന കാര്യങ്ങളിലേക്ക് കടക്കുക. അപ്പോൾ എന്താണ് ഇപ്പോൾ ക്ഷേത്രത്തിന്റെ മുൻവശത്ത് കാണാനാകുന്നത്? അതെ സ്മൃതി, ഞാനിപ്പോൾ ക്ഷേത്രത്തിന് മുന്നിലാണുള്ളത്. ഇവിടെ ക്ഷേത്രത്തിനകത്തേക്ക് ഇപ്പോൾ ദർശനമുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ പരമാവധി പൊങ്കാല ഇട്ടവരെല്ലാവരും നടപ്പന്തലിലേക്ക് ഓടിയെത്തുന്നു. അവിടേക്ക് ഇപ്പോൾ ഓരോരുത്തരെയായി കടത്തിവിടുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഒപ്പം എല്ലാ വശത്തെയും നിയന്ത്രണങ്ങൾ കുറച്ചായി ഒഴിവാക്കുന്നു എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഈ രാവിലെയൊക്കെ തന്നെ ഇവിടെ കയറ് കെട്ടി തിരിച്ചിരിക്കുകയായിരുന്നു. ഇതുവഴി ആളുകളെ ഭക്തരെയൊന്നും അകത്തേക്ക് കടത്തിവിടുന്നില്ലായിരുന്നു ഈ വാതിൽ വഴി. പക്ഷേ ഈ പ്രധാന കവാടത്തിന് മുന്നിലാണ് ഞാനുള്ളത്. പക്ഷേ ഇപ്പോൾ അത് ഒഴിവാക്കിയിരിക്കുന്നു. ഈ പ്രധാന കവാടത്തിലൂടെയും ആളുകളെ അകത്തേക്ക് കടത്തിവിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല ഭാഗത്ത്, ഈ ക്ഷേത്രത്തിന്റെ പല ഭാഗത്ത് പൊങ്കാല ഇട്ട ആളുകൾ ഓരോരുത്തരായി ദേവിയെ ഒന്ന് കണ്ടു തൊഴാനായി ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പലരും പൊങ്കാലയ്ക്ക് മുൻപ് വന്ന് തൊഴുതു പോകുന്ന ശീലമുണ്ട്. പക്ഷേ അത് പലപ്പോഴും ഇവിടെ നടക്കാറില്ല. ഇവിടെ വന്ന് വലിയ നിയന്ത്രണങ്ങളാണ് ഈ പൊങ്കാലയ്ക്ക് മുൻപ് ഉള്ളത്. ഇപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് പേരെ കാണാം. എവിടെ നിന്നാ വരുന്നേ? കോഴിക്കോട്. ശബ്ദമൊക്കെ പോയോ? നല്ല വെയിലായിരുന്നു. എവിടാ പൊങ്കാല ഇട്ടത്? എവിടെയാ? ഇവിടെ ഒരു ഫ്രണ്ട്സിന്റെ വീട്ടില്. ആണോ? എല്ലാ വെള്ളമൊക്കെ കിട്ടിയോ? കിട്ടി, എല്ലാം കിട്ടി. നല്ലതായിട്ട് ഹാപ്പിയാണ്. എത്ര പേരെ വന്ന നിങ്ങൾ? ഞങ്ങൾ ഇവിടുന്ന് 5 പേര്. അമ്മയ്ക്ക് തൊഴാൻ പറ്റുമോ? തൊഴാൻ പറ്റിയില്ല. ഞങ്ങൾ തൊഴാനായിട്ട് പൊങ്കാല ഇട്ട് കഴിഞ്ഞപ്പോ വന്നതാ. അപ്പൊ ഇവിടുന്ന് ഈ കയറൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ അകത്തേക്ക് കടത്തി വിടുന്നുണ്ട് അല്ലേ? അപ്പൊ പോയി തൊഴുതിട്ട് വരും. ശരി. അപ്പൊ ഇതുപോലെ ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കുകയാണ്. ഇവിടെ പല കാഴ്ചകളും നമ്മൾ കാണുന്നു. ഗ്രൂപ്പായിട്ടൊക്കെ ഇങ്ങോട്ടേക്ക് പൊങ്കാല. അത് മലപ്പുറത്തുനിന്ന് വന്നതാണ്. ഒരു ഗ്രൂപ്പല്ലേ നിങ്ങളുടെ നിപ്പ് കണ്ടു? 19 ആള്. നിങ്ങൾ സ്ഥിരം വരുന്നതാണോ? ഞങ്ങൾ ആദ്യമായിട്ട് വരികയാണ്. അമ്മ 12 വർഷമായിട്ട് വരുന്നുണ്ട്. ഞങ്ങളെ വിളിക്കും. ആദ്യമായിട്ടാണ് വരാൻ കഴിഞ്ഞത്. എന്നിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? പറയും. അടിപൊളി. അമ്മേന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. അമ്മേന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായ പൊങ്കാല ഇടാനൊക്കെ? ഇല്ല, അവര് ബുദ്ധിമുട്ടുണ്ടായില്ല. സ്ഥലം പിടിക്കാനൊക്കെ നേരത്തെ വന്നു? നേരത്തെ വന്നു. ഗുരുവായൂരുന്നു. അപ്പൊ ഒരു ട്രിപ്പായിരുന്നു. ചോറ്റാനിക്കര, പിന്നെ അമ്പലപ്പുഴ. നിങ്ങൾ എങ്ങനെയാണ് പരിചയം? എങ്ങനെയാണ്? അയൽക്കാരാണോ? കുടുംബക്കാരാണ്. ടീമൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. തിരുവാതിരയൊക്കെ ഗംഭീരമായിട്ട് നടക്കട്ടെ. അപ്പൊ ഇവിടെ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് അവരുടെ ഒരു ട്രിപ്പിന്റെ ഭാഗമായിട്ട് കൂടി വന്നതാണ്. എല്ലായിടത്തും പോയി ഇങ്ങോട്ടേക്ക് വന്ന് പൊങ്കാലിട്ട് ഹാപ്പിയാണ് കേട്ടോ. അവരെല്ലാവരും ഹാപ്പിയാണ് എന്നുള്ളതാണ്. ഇതുപോലെ ഒരുപാട് സംഘങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് സ്മൃതി. ഈ പറഞ്ഞു കേട്ടറിഞ്ഞ് നമ്മൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണിക്കുമ്പോൾ ഓരോ തവണ ഇത് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അടുത്ത തവണ എനിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ ആളുകൾ ഇവിടേക്ക് എത്തുന്നത് നമുക്ക് കാണാം. മനസ്സ് നിറഞ്ഞ് അമ്മയെ തൊഴുതു മടങ്ങുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഇവിടേക്ക് കൂടുതൽ ആളുകൾ തൊഴാനായി എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പൊങ്കാല എന്തായാലും പുകയൊക്കെ ഒന്ന് ശമിച്ചിട്ടുണ്ട്. കടുത്ത വെയിലുണ്ട്. ഈ
പരിസരത്തെല്ലാം അതുകൊണ്ട് തന്നെ നടപ്പന്തലിലേക്കൊക്കെ ആളുകൾ ഓടിക്കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊന്ന് ഈ ഇപ്പോൾ കുത്തിയോട്ട ബാലന്മാരെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ചെറിയ നിയന്ത്രണങ്ങൾ ക്ഷേത്രത്തിന് മുൻവശത്തുണ്ട്. പക്ഷെ ആ വശത്തുകൂടി ദർശനത്തിനായി ആളുകളെ കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഇന്നാണ് ഈ കുത്തിയോട്ട ചടങ്ങ് നടക്കുന്നത്. രാത്രി 7 ദിവസമാണ് ഈ ബാലന്മാർ ഇവിടെ കഴിയുന്നത്. വീട്ടിൽ നിന്ന് മാറി ഇവിടെ ദേവീദാസന്മാരായി 570ഓളം കുട്ടികളാണ് വീട്ടിൽ നിന്ന് മാറി നിന്ന് ഇത്തരത്തിൽ കുത്തിയോട്ട വ്രതമെടുത്ത് ഇവിടെ ഉള്ളത്. അവരുടെ അവസാനത്തെ ദിവസമാണ് ഇന്ന്. നമ്മൾ പലരും കുസൃതികളൊക്കെ കാണിക്കുന്നത് കണ്ടു. അച്ഛനെ അമ്മയൊക്കെ കാണുന്നത് അവരെ ഈ ക്ഷേത്രക്കുളത്തിലേക്ക് കുളിപ്പിക്കാൻ ഇറക്കുമ്പോഴാണ് അച്ഛനമ്മമാരെയൊക്കെ കാണാൻ കഴിയുന്നത്. അപ്പോൾ 10നും 12നും വയസ്സ് ഇടയിൽ പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ ഇവർ പൂർണ്ണമായും ഇവിടെ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ കാഴ്ച രക്ഷകർത്താക്കളെയൊക്കെ കാണുന്ന ഈ സമയത്താണ്.